ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഒരു 6:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നു. പിന്നെ ചെയ്യുന്നത് യോഗ കുറച്ച് നേരം ചെയ്യാറുണ്ട് കേട്ടോ. അത് കുറച്ച് നേരം ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറ്. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാണ്ടായിരുന്നു. സോയാബീൻ കൊണ്ട് ചെറിയൊരു ബിരിയാണി പോലെ ഉണ്ടാക്കി. സോയാബീനും പിന്നെ പച്ചരിയും ഉപയോഗിച്ചിട്ട് ഒരു ബിരിയാണി പോലെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കി. പച്ചമുളക് നോക്കിയപ്പോൾ അതുണ്ടായിരുന്നില്ല. അപ്പോൾ മുറ്റത്ത് അച്ഛൻ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പച്ചമുളക് ഉണ്ടായിരുന്നു, അത് പറിച്ചുകൊണ്ട് വന്ന്. ഫുഡൊക്കെ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു. ഒരു 10 മണി ഒക്കെ ആയപ്പോഴേക്ക് 10 മണി ടു 11 മണി, 1 മണിക്കൂർ എനിക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ. അപ്പം അത് എടുത്തു കഴിഞ്ഞു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് എൻ്റെ കുളിക്കലും പിന്നെ ഡ്രസ്സ് ഒന്ന് അലക്കിടാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരു 1 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് പപ്പടം ഉണ്ടാക്കി, പിന്നെ തൈര്, ചമ്മന്തി, പിന്നെ മാങ്ങേൻ്റെ അച്ചാർ ഇവിടെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ 1 മണിയായപ്പോഴേക്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഇവിടെ കുറച്ച് ഗപ്പി ഫിഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ കുറച്ച് വെള്ളം കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മൊത്തത്തിൽ നിറച്ച് വെച്ചു. ഇപ്പോൾ വേനലായതുകൊണ്ട് പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവുക. അപ്പം അത് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് അമ്മ പോകുന്നത് കണ്ടത്. അമ്മ അക്ഷയയിൽ എന്തോ ആവശ്യത്തിന് വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞ്. പിന്നെ കുറച്ച് നേരം മൂവിയൊക്കെ കണ്ടിരുന്ന്. ഇപ്പം എന്താ അറിയില്ല, പഴയ മൂവീസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം. അപ്പം കുറച്ച് നേരം അതൊക്കെ കണ്ടിരുന്ന്. കളർ പെൻസിലിൻ്റെ ഒരു പോർട്രേറ്റ് കംപ്ലീറ്റ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതിരുന്ന് വരച്ച്. പിന്നെ അത് കുറച്ച് നേരം വരച്ച് കഴിഞ്ഞ് ഒരു മടുപ്പ് വന്നപ്പോൾ വീണ്ടും സിനിമ കാണാനിരുന്നു. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ വിചാരിച്ചാൽ അതെടുത്തുകൊണ്ട് വന്ന് സിനിമയും കണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നൈറ്റായപ്പോൾ പിന്നെ അമ്മേൻ്റെ അനിയനും വൈഫും മക്കളും വന്നിരുന്നു. പിന്നെ ഓരോ കൂടെ ഇരുന്ന് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്ന്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.